അങ്കിത ആദ്യമേ റിലീസ് ചെയ്യുമ്പോൾ ചിത്രമാണ്, ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും. എന്നാൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടി കൂടിയാണ്, കുടുംബ പ്രേക്ഷകർക്ക്. അപ്പോൾ സിനിമ തന്നെയാണ് ആഗ്രഹം എന്ന് കുറച്ചുമ്പോൾ പറഞ്ഞിട്ടുണ്ടാണ്. എന്തുകൊണ്ടാണ് ഇത്ര വരാൻ താമസം? അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടാണോ, അവസരങ്ങൾ നിരസിക്കപ്പെട്ടതുകൊണ്ടാണോ? നല്ല ചോദ്യം. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് ചോദിച്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും കുറെ റിജക്ഷൻസ് വന്നിട്ടുണ്ട്. അത് റീസൺ സീരിയൽ നടി ആയതുകൊണ്ട്. എപ്പോഴും ഒരു സീരിയൽ നടി എല്ലാ അഭിനയം, സീരിയലായാലും ശരി സിനിമയായാലും ശരി അഭിനയം തന്നെയാണല്ലോ. എല്ലാ അഭിനയം തന്നെയാണ്. അത് സിനിമാക്കാരാണ് പറയേണ്ടത്, നല്ലല്ലോ. എനിക്ക് നല്ലൊരു ഡയറക്ടറിന്റെ കയ്യിൽ കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. അത് സത്യം പറഞ്ഞാൽ എനിക്കും ഇതുവരെ കൃത്യമായിട്ടൊരു മറുപടി പറയാൻ അറിയില്ല. കുറെ ഓഡിഷൻസും കുറെ കാസ്റ്റിംഗിലും ഞാൻ റിജക്റ്റ് ആയപ്പെട്ടത് സീരിയൽ നടി എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. അല്ലാതെ എന്റെ പെർഫോമൻസ് കണ്ടിട്ടുമില്ല. സീരിയൽ നടിയാണോ വേണ്ട റിജക്റ്റ്. അങ്ങനെ ഓൺ സ്പോട്ടിലും റിജക്ഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നിന്ന ഒരു ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എനിക്ക് തോന്നുന്നു ഒരു ശതമാനമെങ്കിലും എനിക്ക് എന്നെ തന്നെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. സീരിയൽ നടി ആണെന്ന് പറയുന്നത് നാണക്കേട് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതിലൂടെയാണ് ഞാൻ ഫേമസ് ആയത്. അല്ല, അപ്പൊ എന്താണ് വേർതിരിച്ച് കാണാനുള്ള കാരണം? എന്താണ്? ഞാനല്ലോ കാണുന്നത്, എന്നെ അങ്ങനെ കാണാനായി ആക്കിയതല്ലേ. കാരണം ഇൻഡസ്ട്രിക്ക് അതാണ് വേണ്ടത്. സീരിയൽ ചെയ്യുന്ന ആൾക്ക് സിനിമ ചെയ്യാൻ പാടില്ല എന്ന് ആരോ എഴുതി വെച്ച് പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാവരും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കുറെ റിജക്ഷൻസ് വന്നു. ഞാൻ ശരി ഓക്കെ സിനിമ ചെയ്യാം എന്നും പറഞ്ഞാണ് ഞാൻ സീരിയലിന് ബ്രേക്ക് എടുത്തിട്ട് ഇത് ചെയ്തത്. 2 മൂവീസ് ചെയ്തു. ഞാൻ ഒരിക്കലും വേർതിരിച്ച് കണ്ടിട്ടില്ല. എനിക്ക് 2 അഭിനയമാണ്. ഞാൻ എന്നെ ആൾക്കാർ അറിയുന്നതും ഇപ്പോഴും അറിയുന്നത് സീരിയലിലൂടെയാണ്. ചേച്ചി ഫേസ് ചെയ്തിട്ടുണ്ടോ റിജക്ഷൻ? റിജക്ഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു സീരിയൽ നടി ആയതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് എന്നെ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. കാരണം മെഗാ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ സിനിമയിൽ ഒരു 7-8 സിനിമകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറ്റിയ കഥാപാത്രങ്ങൾ വരുമ്പോൾ എന്നെ സിനിമകൾ തേടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒരു അവസ്ഥ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. പിന്നെ പല അവസരങ്ങളും എൻ്റെ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടേ ഉള്ളൂ. ഇപ്പോഴും ഒരു ഗ്യാപ്പിന് ശേഷം ഒരു നല്ലൊരു കഥാപാത്രം എനിക്ക് കിട്ടി. അതിപ്പോ സീരിയൽ നടി ആയതുകൊണ്ട് എന്നെ മാറ്റി നിർത്തിയില്ല. അപ്പം പല ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടിന്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ചിലര് പറയും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല എന്ന് ചിലര് പറയും. ചിലര് വേറെ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ആൾക്കാർക്ക് കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവുന്നത് 2 രീതിയിലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് നമ്മുടെ ഭാഗ്യം പോലെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയില്ല. ഞാൻ ആദ്യമേ ഹീറോയിനായിട്ട് ഒരു സിനിമ ചെയ്തിരുന്നു മെഗാ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പേ. പക്ഷെ നിർഭാഗ്യവശാൽ അത് റിലീസായില്ല. പിന്നെ ഈ 1000 എപ്പിസോഡൊക്കെ നീണ്ടുപോകുന്ന സീരിയൽ വരുന്നതിന് മുമ്പേ ചെയ്ത് സിനിമ നടി എന്നുള്ള ഒരു രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു.